ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് ഫസ്റ്റ് ഫുഡ് ബേസിക്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഫുഡിന്റെ ബേസിക്സ്. അപ്പൊ ഇഗ്നോയുടെ നോട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പൊ നമ്മള് ഈ ഈ ഒരു യൂണിറ്റിനെ മുഴുവനായിട്ട് നമുക്ക് ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ടായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുഡ് ബേസിക്സിൽ ഫുഡിന്റെ ബേസിക്സ് ആണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മുടെ കണ്ടന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടില്ലേ? ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഫുഡ് സോഴ്സ് ഉണ്ട്, ഫുഡ് ചെയിൻ ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഉണ്ട്, ഫുഡിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്, ഫുഡിന്റെ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവാം. എന്താണ് ഫുഡ്? ഫുഡ് എന്താണെന്ന് നമുക്കറിയാലോ. ഫുഡ് എന്താണ്? നമുക്ക് ജീവിക്കണമെങ്കിൽ ഫുഡ് വേണം. നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ അപ്പൊ ആഹാരം കഴിക്കാതെ ഒരുപാട് പേര് റോഡിലൊക്കെ കിടന്നിട്ട് വിശന്ന് തളർന്ന് മരിക്കുക, പട്ടിണി കിട്ടി കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫുഡ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമുക്ക് ഫുഡ് വേണ്ട? എന്തിനാണ്? നമ്മുടെ ഹെൽത്തി ആയിട്ട് ഒരു ഓർഗാനിസംസിന് ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഫുഡ് വേണം. അപ്പൊ നമ്മുടെ ഫുഡിൽ എന്താ ഉള്ളത്? ഫുഡിൽ ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ പറയില്ലേ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയില്ലേ? ഫുഡില് ന്യൂട്രിയൻസ് ഉണ്ട്. ന്യൂട്രിയൻസ് ഏത് ഫോമിലാണ് ഉള്ളത്? കെമിക്കൽ എനർജിയുടെ ഫോമിലാണ് ഫുഡില് ന്യൂട്രിയൻസ് ഉള്ളത്. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടില്ലേ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഇതൊക്കെയാണ് നമ്മുടെ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫുഡിൽ ഏത് ഫോമിലാണുള്ളത്? കെമിക്കൽ എനർജി ആയിട്ടാണ്, കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ രീതിയിലാണ് നമ്മുടെ ഫുഡിൽ ന്യൂട്രിയൻസ് അടങ്ങുന്നത്. അപ്പൊ ആ ഫുഡ് നമ്മൾ എന്ത് ചെയ്യും? കഴിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? എനർജി കിട്ടും. അപ്പൊ നമ്മുടെ ഇന്റേണൽ ഫംഗ്ഷനിങ്ങിനും എക്സ്റ്റേണൽ ഫംഗ്ഷനിങ്ങിനും എല്ലാം നമ്മൾ ആ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ റെസ്പിറേഷൻ, നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ്, നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ കിഡ്നി, ലിവർ, നമ്മുടെ ഗ്രോത്ത്, അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫംഗ്ഷനിങ്ങിനും എന്ത് വേണം? നമുക്ക് എനർജി വേണം. ഇനി നമ്മുടെ എക്സ്റ്റേണൽ ഫംഗ്ഷനിങ് എന്താണ്? നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നടക്കുക, ജോലി ചെയ്യുക, ഓടുക, നമ്മുടെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിനെല്ലാം നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പൊ അതാണ് ഫുഡിന്റെ ഒരു മെയിൻ റോൾ എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പ്രൈമറി ആയിട്ടുള്ളത് എന്താണ്? നമുക്ക് ഫുഡ് വേണം. ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ജീവിച്ചാലല്ലേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ എന്താണ്? ഡയറ്റ്. നമ്മൾ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡിനെയൊക്കെയാണ് നമ്മൾ ഡയറ്റിലാണെന്നൊക്കെ പറയാം. പക്ഷെ എന്താണ്? ഒരു ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം കഴിക്കുന്ന ഫുഡിനെയാണ് നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഫുഡ് എങ്ങനെയുള്ളതായിരിക്കണം? ആ ഫുഡിന് ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഒരു ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഫുഡിനെ എന്ത് പറയാം? ഡയറ്റ് എന്ന് പറയാം. ഇനി എന്താണ് ഫുഡ് സ്പെക്ട്രം എന്ന് നോക്കാം. ഫുഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ആദ്യത്തെ ഫുഡ് എന്താണ്? മദേഴ്സ് മിൽക്ക്, അമ്മയുടെ പാലാണ് കുട്ടിക്ക് ആദ്യമായിട്ട് കൊടുക്കാം. ആ അമ്മയുടെ പാലിൽ തുടങ്ങി പിന്നെ ആ കുട്ടി വളർന്നതനുസരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ടൈപ്പ് ഫുഡ് കഴിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡാണ് കഴിക്കുക. എന്തൊക്കെയാണ്? റോ ഫുഡ് കഴിക്കാറുണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ റോ ആയിട്ടല്ലേ കഴിക്കാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. പിന്നെന്താണ്? ഗ്രിൽ ചെയ്ത് കഴിക്കാറുണ്ട്, ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്, സ്റ്റീം ചെയ്ത് കഴിക്കാറുണ്ട്, ഫ്രോസൺ ചെയ്ത് കഴിക്കാറുണ്ട്. പിന്നെന്താ? ജെർമിനേറ്റ് ചെയ്യുന്ന ഏത് ഫുഡാണ്? നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ ജെർമിനേറ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. പിന്നെ ഫെർമെന്റ് ചെയ്ത് നമ്മുടെ ദോശ, ഇഡ്ഡലിയൊക്കെ ഫെർമെന്റഡ് ഫുഡ്സ് ആണ്. പിന്നെ എന്താണ്? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് സ്മോക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഫുഡിനെ പല രീതിയിലാക്കിയിട്ട് പ്രോസസ് ചെയ്ത്, മിനിമൽ പ്രോസസ് ചെയ്ത്, അങ്ങനെ നമ്മൾ ഫുഡിന്റെ ഒരു ഭയങ്കര ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ മദേഴ്സ് മിൽക്കിൽ നിന്ന് തുടങ്ങി പിന്നെ നമ്മുടെ ഫുഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇനി എന്താണ് ഫുഡ് സോഴ്സ്? നമുക്ക് എവിടെ നിന്നാണ് ഈ ഫുഡ് കിട്ടുന്നത്? നമുക്ക് എവിടുന്നെങ്കിലും കിട്ടിയാലല്ലേ അത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? ഏതാ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്? നമുക്കറിയാലോ പ്ലാന്റ്സിൽ നിന്ന് എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സെറിയൽസ്, പൾസസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നു. ആനിമൽസിൽ നിന്ന് എന്താണ്? മീറ്റ് കിട്ടുന്നു, മിൽക്ക് കിട്ടുന്നു, ഫിഷ് കിട്ടുന്നു, എഗ് കിട്ടുന്നു. അതൊക്കെ നമ്മുടെ അനിമൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഫുഡിന്റെ സോഴ്സസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. എന്താണ്? FAO എന്താണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. FAO ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫുഡിനെ ഒരു മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫുഡിനെ എല്ലാ ഗ്രൂപ്പ്സ് ഓഫ് ഫുഡിനെയും കൂടി അവർ 15 ടൈപ്സിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്.
അതിൽ 9 ഏതാണ്? പ്ലാന്റ്സ് ആണ്. 2 ഏതാണ്? ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ്. 4 ഏതാണ്? അനിമൽ ബേസ്ഡ് ഫുഡ്സ് ആണ്. അനിമൽ ബേസ്ഡ് ഫുഡ്സ് ആദ്യം പറയാം. അനിമൽ ബേസ്ഡ് ഫുഡ്സ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. ഏതൊക്കെയാണ് അനിമൽ ബേസ്ഡ് ഫുഡ്സ്? മീറ്റ് ആൻഡ് ഒഫാൽ. മീറ്റ് നമുക്കറിയാം, ഇറച്ചിയും അതിന്റെ ഒഫാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റേണൽ ഓർഗൻസ്, അങ്ങനെ അതിനോട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാർട്സിനെയൊക്കെയാണ് മീറ്റ് എന്ന് പറയുക. പിന്നെ എന്താണ്? മിൽക്ക്. മീറ്റ് അനിമൽ ബേസ്ഡ് അല്ലേ? മിൽക്ക് അനിമൽ ബേസ്ഡ് അല്ലേ? പിന്നെ എന്താണ്? എഗ് അനിമൽ ബേസ്ഡ് ആണ്. പിന്നെ ഫിഷ് ആൻഡ് സീ ഫുഡ്സ്. രണ്ടിനെ ഒരുമിച്ചാണ് പറയാം, ഫിഷും അതുപോലെ തന്നെ സീ ഫുഡ്സ്. അങ്ങനെ ഈ 4 ടൈപ്സ് ഓഫ് അനിമൽ ഫുഡ്സ് ഉണ്ട്. പിന്നെ ഏതാണ്? ബോത്ത് അനിമൽസ് ആൻഡ് പ്ലാന്റ് ഫുഡ്സ് എന്ന് നോക്കാം. അനിമൽസ് ആൻഡ് പ്ലാന്റ് ഫുഡ്സ് ഏതൊക്കെയാണ്? ഷുഗർ ആൻഡ് ഹണി. ഷുഗർ ആൻഡ് ഹണി ഒന്നായിട്ടാണ് പറയുക. ഷുഗർ ആൻഡ് ഹണി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡും ഉണ്ട്, അനിമൽ ബേസ്ഡും ഉണ്ട്. പ്ലാന്റ് ബേസ്ഡ് ഏതാണ്? ഷുഗർ കെയിൻ. അനിമൽ ബേസ്ഡ് ഏതാണ്? ഹണി ബീസ് എന്ന് കിട്ടുന്നത്. ഇനി ഓയിൽ ആൻഡ് ഫാറ്റ്സ്. ഓയിൽ ആൻഡ് ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് നിന്ന് കിട്ടുന്ന ഏതൊക്കെയാണ്? കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അനിമൽസ് നിന്ന് കിട്ടുന്ന ഏതൊക്കെയാണ്? അനിമൽസിന്റെ ഈ നെയ്യൊക്കെ ഉരുക്കിയിട്ട്, അവരുടെ ഫാറ്റ് ഇല്ലേ, അവരുടെ ബോഡിയിലെ ഫാറ്റ് ഉരുക്കിയിട്ട് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഫാറ്റ് ഉരുക്കിയിട്ട് നമ്മൾ ഓയിലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ബോത്ത് അനിമൽസ് ആൻഡ് പ്ലാന്റ് സോഴ്സസിൽ നിന്ന് വരുന്ന ഫുഡ്സ് ഏതൊക്കെയാണെന്ന് പറയാം. 2 ഉള്ളൂ. അപ്പൊ അനിമൽ പറഞ്ഞു, പ്ലാന്റ്സ് ആൻഡ് അനിമൽ പറഞ്ഞു. ഇനി പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ് ഏതൊക്കെയാണ്? പ്ലാന്റ് ബേസ്ഡ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. മെയിൻ ആയിട്ട് വരുന്നതാണ് സിറിയൽസ് എന്ന് പറയുന്നത്. സിറിയൽസ് എന്തൊക്കെയാണ്? വീറ്റ്, റൈസ്, ധാന്യങ്ങളാണ് ഈ സിറിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ കൊയാ സിറിയൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. കൊയാ സിറിയൽസ് എന്ന് പറഞ്ഞാല് അവര് ശരിക്കും സിറിയൽസ് അല്ല, എന്നാൽ സിറിയൽസ് ആണ്. അങ്ങനെയുള്ളവരാണ് നമ്മൾ കൊയാ സിറിയൽസ്. കോണ്, സോർഗം, മില്ലറ്റ് ഒക്കെ ഇല്ല. ഇപ്പൊ മില്ലറ്റ്സ് എന്നൊക്കെ പറയുന്ന ഭയങ്കര മുന്നോട്ട് വരുന്ന ഒരു ഫുഡാണ്. റാഗി, അങ്ങനത്തെ ഒക്കെ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൊയാ സിറിയൽസ് ആണ്. അപ്പൊ ആദ്യത്തെ ഏതാണ്? സിറിയൽസ്, ധാന്യങ്ങള്. രണ്ടാമത്തെ കൊയാ സിറിയൽസ്. മൂന്നാമത്തെ എന്താണ്? ലെഗ്യൂംസ്, പൾസസ്. 3ഉം 4ഉം ആണ് ലെഗ്യൂംസ്, പൾസസ്. ലെഗ്യൂംസും പൾസസും എന്ന് പറഞ്ഞാൽ പയർവർഗ്ഗങ്ങളാണ്. പക്ഷെ പൾസസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ആ പ്രൊഡക്ട്സിന്റെ പൾസസ് എന്ന് പറയും. പയർവർഗ്ഗത്തിൽപ്പെട്ട വൻപയർ, ചെറുപയർ, കടല, ഇതിനെല്ലാം നമ്മൾ പൾസസ് എന്ന് പറയും. പക്ഷെ ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലീവ്സ്, അതിന്റെ ഏത് പാർട്സിനെ, ഒരു പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടിയുടെ ഏത് പാർട്സിനെയും നമ്മൾ ലെഗ്യൂംസ് എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് സിറിയൽസ് പറഞ്ഞു, കൊയാ സിറിയൽസ് പറഞ്ഞു, പൾസസ് പറഞ്ഞു, ലെഗ്യൂംസ് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഏതാണ്? ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ്. ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ് ആണ്. ഫ്രൂട്ട്സ് വരും, വെജിറ്റബിൾസ് വരും, സ്പൈസസ് വരും, കോണ്ടിമെന്റ്സ് വരും. സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ 5 പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് പറഞ്ഞു. പിന്നെ അടുത്ത ഏതാണ്? ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ്. പിന്നെ എന്താണ്? ആൽക്കഹോളിക് ബിവറേജസ് ഉണ്ട്. ആൽക്കഹോളിക് ബിവറേജസ് ഏതൊക്കെയാണ്? ബിയർ, വൈൻ, ഇതൊക്കെയാണ് ആൽക്കഹോളിക് ബിവറേജസ്. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്. പിന്നെ അതുപോലെ ബീറ്റൽ ലീഫ് ഓർ പാൻ എന്ന് പറയും. നമ്മുടെ മുറുക്കാൻ, ചുണ്ണാമ്പ്, അതൊക്കെയില്ല, അതിനെ നമ്മൾ ഫുഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിവറേജസ്, ടീ, കോഫി, കൊക്കോ, ഇതൊക്കെയാണ് ബിവറേജസ്. അങ്ങനെ 9 ടൈപ്സ് ഓഫ് പ്ലാന്റ് ഫുഡ് പറഞ്ഞു, 2 ടൈപ്പ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ ഫുഡ് പറഞ്ഞു, 4 ടൈപ്പ് ഓഫ് അനിമൽ ബേസ്ഡ് ഫുഡ് പറഞ്ഞു. അങ്ങനെയാണ് FAO ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക, ചിലപ്പോൾ ചെറിയ മാർക്ക് എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഫുഡ് സെലക്ഷൻ. നമുക്ക് എന്താ നോക്കാം. ഫുഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫുഡിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ന ഇപ്പൊ എനിക്കൊരു രീതിയുണ്ട്, ഇന്ന ഫുഡുകൾ ഞാൻ കഴിക്കും, ഇന്നത് കഴിക്കില്ല എന്നൊക്കെ ഒരു രീതിയുണ്ട്. അതങ്ങനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ഓരോ മനുഷ്യനും അവരുടെ ഫുഡ് സെലക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവരുടെ അവൈലബിലിറ്റി, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഏതൊക്കെ ഫുഡ് അവൈലബിൾ ആണോ അതിനനുസരിച്ച്. പിന്നെ അതുപോലെ അതിന്റെ പ്രൈസ്, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പ്രൈസിന് കിട്ടുന്ന ഫുഡ്സ് ഏതൊക്കെയാണ് അത്. പിന്നെ ക്ലൈമറ്റ്, നമ്മുടെ ക്ലൈമറ്റിൽ വളർന്ന ഫുഡെല്ലാം നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതലായിട്ടും നമ്മുടെ പേരൻസ്, നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ ഏത് ഫുഡ് കഴിച്ച് ആ രീതി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തോ ആ രീതിയിലായിരിക്കും നമ്മുടെയും ഇഷ്ടങ്ങൾ വരിക. അതിനെയാണ് നമ്മുടെ ഫുഡ് സെലക്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് ഫുഡ് സോഴ്സിലേക്ക് പോവാം. ഫുഡിന്റെ സോഴ്സ് എവിടെ നിന്നൊക്കെയാണ്? ഈ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഫുഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിന് ഒറ്റ ആൻസറേ ഉള്ളൂ: ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. എന്താണ്? പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. പ്ലാന്റ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ല, നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഫുഡ് എടുത്ത് കഴിക്കുകയുള്ളൂ. പക്ഷേ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്? പ്ലാന്റ്സ് ആണ്, ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവര് സോയിലിൽ നിന്നുള്ള മിനറൽസ് യൂസ് ചെയ്യും.
അവരെ മണ്ണിലല്ലേ നട്ടേക്കുന്നത്. അപ്പൊ അവർ ആ സോയിൽ നിന്നുള്ള മിനറൽസ് യൂസ് ചെയ്തിട്ട് കാൽഷ്യം, മഗ്നീഷ്യം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് വേണം, മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിന് ഫോട്ടോ വേണം, ലൈറ്റ് വേണം. അതായത് സണ്ണിന്റെ സോളാർ എനർജി വേണം. പിന്നെ എന്താ ചെയ്യാം, സണ്ണിനെ കിട്ടി, അതുപോലെ തന്നെ സോയിൽസിൽ നിന്ന് മിനറൽസ് കിട്ടി. പിന്നെ ഈ പ്ലാന്റ്സിന്റെ ലീഫിൽ എന്തുണ്ട്, ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ഈ മൂന്ന് സംഭവങ്ങൾ ഒത്തു വന്നാൽ എന്ത് ചെയ്യും, പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ലീഫ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ട്യൂബേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഫ്രൂട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാ കഴിക്കുക, ആദ്യം ഹെർബിവോഴ്സ് കഴിക്കും. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ സസ്യഭുക്കുകൾ കഴിക്കും. സസ്യങ്ങൾ കഴിക്കുന്നവർ ആദ്യം കഴിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ അനിമൽസ്, പശു, ആട് ഇതൊക്കെയാണ് ഹെർബിവോഴ്സിൽ വരുന്നത്. അപ്പൊ അവര് ആ പ്ലാന്റ്സിനെ കഴിക്കും. പിന്നെ അവരെ ആര് കഴിക്കും, നമ്മൾ കഴിക്കും. ഒന്നുകിൽ അവരെ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ കഴിക്കും. നമ്മളിപ്പോ പശുക്കള്, ആട്, അവരുടെ മീറ്റോ, അല്ലെങ്കിൽ ഇപ്പൊ കോഴിയൊക്കെ ആണെങ്കിൽ അതിന്റെ മുട്ട, അല്ലെങ്കിൽ പാല്, പശുവിന്റെ ഒക്കെ ആണെങ്കിൽ പാല്, അതൊക്കെ ആര് കഴിക്കും, കാർണിവോഴ്സ് കഴിക്കും. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, കാർണിവേഴ്സ് ആരാണ്, മാംസഭുക്കുകൾ നമ്മൾ കാർണിവോഴ്സ് കഴിക്കും. ഈ കാർണിവോഴ്സ് പിന്നെ എന്ത് ചെയ്യും, അവരുടെ എനർജി ആരാണ് യൂസ് ചെയ്യുക, നമ്മൾ മരിക്കുന്നു. നമ്മൾ കാർണിവോഴ്സ് അല്ലേ, നമ്മൾ മരിക്കുമ്പോൾ സോയിലിൽ നമ്മുടെ ബോഡി കിടക്കും. നമ്മുടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡിയെ സിംപ്ലർ ന്യൂട്രിയൻസ് ആയിട്ട് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആരാണ്, ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൈ. അവരെന്താണ് പറയുക, ഡീകമ്പോസേഴ്സ്. ഈ ഡീകമ്പോസേഴ്സ്, മണ്ണിലുള്ള ഡീകമ്പോസേഴ്സ് നമ്മുടെ ബോഡിയിലുള്ള ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ ന്യൂട്രിയൻസ് ആയിട്ട് എടുക്കും. വീണ്ടും ഈ സിംപ്ലർ ന്യൂട്രിയൻസിനെ ആര് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് മണ്ണിന്ന് മിനറൽസ് യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ, ഫോട്ടോസിന്തസിസ്. മെയിൻ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് എന്താണ്, ഫോട്ടോസിന്തസിസ് വഴി എന്തൊക്കെ വേണം, മിനറൽസ് വേണം, അതുപോലെ തന്നെ സോളാർ എനർജി വേണം, ക്ലോറോഫിൽ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫുഡിനെ ഹെർബിവോഴ്സ് കഴിക്കുന്നു, അവരെ കാർണിവോഴ്സ് കഴിക്കുന്നു. കാർണിവോഴ്സ് ഡെഡ് ആയി കഴിയുമ്പോൾ അത് സോയിലിൽ കടന്നിട്ട് ഡീകമ്പോസേഴ്സ് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മുടെ ഫുഡ് സോഴ്സ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇനി ഇത് അക്വാട്ടിക് എൻവയോൺമെന്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. അക്വാട്ടിക് പ്ലാന്റ്സിനെ എന്താണെന്ന് പറയാം, ഫൈറ്റോ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയും. അവരെ ആര് കഴിക്കും, സൂ പ്ലാങ്ക്ടൺസ് കഴിക്കും. അപ്പൊ ചെറിയ അക്വാട്ടിക് അനിമൽസ് കഴിക്കും. പിന്നെ അവരെ വലിയ അക്വാട്ടിക് അനിമൽസ് കഴിക്കും. അവരെയും ഇങ്ങനെ ലാസ്റ്റ് ഡീകമ്പോസ് ചെയ്യുക. കാരോൺസ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എനർജി ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഫുഡ് ചെയിൻ നോക്കാം. ഈ ഫുഡ് സോഴ്സിന്റെ ഒരു ബാലൻസ് ആയിട്ട് വരുന്നതാണ് ഫുഡ് ചെയിൻ. നമ്മളിപ്പോ പറഞ്ഞ ഫുഡ് സോഴ്സിന്റെ സംഭവങ്ങൾ തന്നെയാണ് ഫുഡ് ചെയിൻ. എന്തൊക്കെ പറയാം, ഫുഡ് വെബ് എന്നോ ഫുഡ് നെറ്റ്വർക്ക് എന്നോ ഒക്കെ പറയാം. ഫുഡ് ചെയിൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഒരു എക്കോ സിസ്റ്റത്തിൽ, ഒരു ഇക്കോളജിക്കൽ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഒരു വാസസ്ഥലത്തില് സ്പീഷീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫീഡിങ് റിലേഷൻഷിപ്പ് ആണ്. അവർ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയാം. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തേക്കുന്നത് കണ്ടോ, ഇതൊരു അക്വാട്ടിക് സിസ്റ്റത്തിലുള്ള ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു അക്വാട്ടിക് സിസ്റ്റത്തിലാവുമ്പോൾ എന്താണ്, സണ്ണിനെ, ഞാനിപ്പോ പറഞ്ഞില്ലേ, അക്വാട്ടിക് സിസ്റ്റത്തിലാവുമ്പോൾ സണ്ണിന്റെ എനർജി ആര് യൂസ് ചെയ്യുന്നു, അക്വാട്ടിക് സിസ്റ്റത്തിലാവുമ്പോൾ ആൽഗയാണ്. ചെറിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആൽഗയാണ്. ആൽഗ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ്. അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ ഫുഡ് എനർജി ആരാണ് ആദ്യം യൂസ് ചെയ്യുക, ഹെർബിവോഴ്സ്. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്യഭുക്കുകൾ. ഇവിടെ പ്ലാന്റ്സിന്റെ അക്വാട്ടിക് സിസ്റ്റത്തിലായതുകൊണ്ട് ആരാണ്, മൊസ്കിറ്റോ ലാർവകൾ യൂസ് ചെയ്യുന്നു. ഈ ആൽഗയെ ഫീഡ് ചെയ്യുന്നു. അവര് പിന്നെ ആര് ഫീഡ് ചെയ്യുന്നു, ഫസ്റ്റ് കാർണിവർ ഉണ്ട്, സെക്കൻഡ് കാർണിവർ ഉണ്ട്, തേർഡ് കാർണിവർ ഉണ്ട്. എന്താണ്, ചെറിയ വലിപ്പത്തിനനുസരിച്ചിട്ടാണ്. ഫസ്റ്റ് കാർണിവർ വളരെ ചെറുതാണ്, സെക്കൻഡ് കാർണിവർ കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്, തേർഡ് കാർണിവർ അതിലും ഡെവലപ്ഡ് ആണ്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇൻസെക്ട് ആണ്. അവരെ ആര് കഴിക്കുന്നു, പീച്ച് എന്ന് പറയുന്ന ഫിഷ് കഴിക്കുന്നു. അവരെ ആര് കഴിക്കുന്നു, പൈക്ക് എന്ന് പറയുന്ന ഫിഷ് കഴിക്കുന്നു. പിന്നെ അവരെ ആര് ഫീഡ് ചെയ്യുന്നു, മാൻ ഫീഡ് ചെയ്യുന്നു. ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ്, ഇവരുടെ ഫുഡ് ഫീഡിങ് റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതേ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലല്ല പോകുന്നത്. എന്താണ്, നമ്മൾ ഈ അനിമൽ വേസ്റ്റിനെയൊക്കെ റീസൈക്കിൾ ചെയ്ത്, നമ്മൾ ഒരുപാട് ഇപ്പോഴും ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വേസ്റ്റിനെ മൊത്തം റീസൈക്കിൾ ചെയ്ത് നമ്മൾ വേറെ പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എക്കണോമിക്കലി അങ്ങനെ നമുക്ക് ഫ്രണ്ട്ലിയും, അതുപോലെ വേസ്റ്റിന്റെ മാനേജ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രികളിലൊക്കെ വേസ്റ്റ് കുന്നുകൂടാൻ പാടില്ലല്ലോ. അപ്പൊ അവരതിനെ റീസൈക്കിൾ ചെയ്യും. റീസൈക്കിൾ ചെയ്തിട്ട് കൂടുതലും അവരെ ആര് യൂസ് ചെയ്യുന്നുണ്ട്, ഹെർബിവോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ സസ്യബുക്കുകൾ നമ്മൾ എന്ത് കൊടുക്കുന്നു, അവരെ റീസൈക്കിൾ ചെയ്ത് അനിമൽ വേസ്റ്റ് കൊടുക്കും. നമ്മളിപ്പോ പശുവിനൊക്കെ ആണെങ്കിൽ പിണ്ണാക്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചിലതരം പിണ്ണാക്കുകളൊക്കെ ഉണ്ട്, അനിമൽ വേസ്റ്റ് ഒക്കെ റീസൈക്കിൾ ചെയ്ത സംഭവങ്ങളാണ്. അതൊക്കെ കൊടുക്കുമ്പോൾ ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. മാഡ് കൗ ഡിസീസ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്, മാഡ് കൗ ഡിസീസ്. അതൊക്കെ വരാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ബോൺ ഡിസീസ്, ഈ ഫുഡ് ചെയിന്റെ ഒരു മെയിൻ പ്രശ്നമാണ്
ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയും. ഇപ്പൊ ഇവർ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വഴി എവിടെങ്കിലും ഒരാൾ ടോക്സിൻസ് അല്ലെങ്കിൽ ഒരു ഡിസീസ് ക്യാരിങ് ആയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൺവേ ചെയ്ത് പോയിട്ട് എന്താണ് ഡിസീസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഫുഡ് ചെയിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ആണ് ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സിവിലൈസേഷൻ തുടങ്ങുന്ന കാലം മുതലേ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റിനെ പറ്റിയിട്ട് ആൾക്കാർ അത്ര ബോധേഡ് അല്ലെങ്കിലും അതിന്റെ ഒരു ഐഡിയ കിട്ടി തുടങ്ങിയ കാലമാണ് സിവിലൈസേഷന്റെ തുടക്കം എന്ന് പറയും. പിന്നെ ഒരു 60s എന്താണ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ആദ്യമായിട്ട് ഫുഡ് സേഫ്റ്റിയെ പറ്റിയിട്ടൊരു ലോ കൊണ്ടുവന്നത് 1202 ഇയറിൽ ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ ആരാണ്? കിങ് ജോൺ എന്ന് പറയുന്ന കിങ്. ഇംഗ്ലണ്ടിൽ അപ്പോഴത്തെ കിങ് ആയിട്ടുള്ള കിങ് ജോൺ കൊണ്ടുവന്ന ഫസ്റ്റ് ഇംഗ്ലീഷ് ഫുഡ് ലോ എന്ന് പറയുന്നത് ഏതാണ്? ദ അസൈസ് ഓഫ് ബ്രെഡ്. ദി എസൈസ് ഓഫ് ബ്രെഡ് എന്നാണ് ഫസ്റ്റ് ഫുഡ് ലോയുടെ പേര്. ദ എസൈസ് ഓഫ് ബ്രെഡ്. എസൈസ് ഓഫ് ബ്രെഡ് പറയുന്നത് എന്താണ്? അഡൾട്രേഷൻ ഓഫ് ബ്രെഡിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് അഡൾട്രേഷൻ ചെയ്യുന്നത്? ഗ്രൗണ്ട് പീസ് അല്ലെങ്കിൽ ബീൻസ് പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ തടയുക. ബ്രെഡ് യൂഷ്വലി ഉണ്ടാക്കുന്ന പൊടി ഏതൊക്കെയാണ്? മൈദയോ വീറ്റോ ഒക്കെ ആവാം. അന്നത്തെ കാലത്ത് ഇതന്നെ ആയിരിക്കണം എന്നില്ല. സാധാരണ എന്ത് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിൽ ആൾക്കാർ എന്ത് മിക്സ് ചെയ്യാൻ തുടങ്ങി? ഗ്രൗണ്ട് പീസ്, അങ്ങനത്തെ ബീൻസ്, ഇങ്ങനത്തെ ചീപ്പ് ആയിട്ടുള്ള പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിനെയൊന്നും യൂസ് ചെയ്തിട്ട് ഈ ബ്രെഡിന്റെ അഡൾട്ടർ ചെയ്യാൻ പാടില്ല, ഇതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളൊരു നിയമം ഫസ്റ്റ് ആയിട്ട് ഇംഗ്ലണ്ടിലെ കിങ് ജോൺ ആണ് കൊണ്ടുവന്നത്. ആ ലോയുടെ പേരെന്താണ്? ദ അസൈസ് ഓഫ് ബ്രെഡ് എന്നാണ് ആ ലോയുടെ പേര്. പിന്നെ ഫുഡ് സേഫ്റ്റി ഒന്ന് പ്രിവലന്റ് ആയി വന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ട്രേഡിന്റെ സമയത്താണ്. നമുക്ക് നമ്മുടെ കച്ചവടം തുടങ്ങിയില്ലേ, നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിംഗ് ഒക്കെ വന്നില്ലേ. ഇപ്പൊ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഫുഡ് സേഫ്റ്റി. നമ്മുടെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്പോയിൽ ആവുന്നു. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഫുഡ് സ്പോയിൽ ആവുന്നത് കൊണ്ട് നമുക്ക് ഫുഡ് ബോൺ ഡിസീസസ് വരാം, അതുപോലെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാമെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് പിന്നുള്ള കാലങ്ങളിലാണ്. അപ്പൊ ഈ ട്രേഡ് വന്ന സമയത്ത്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒക്കെയാണ് ഓരോ ലോസ് ഒക്കെ കൊണ്ടുവന്നു. സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി റെഗുലേഷൻസ് എന്നൊക്കെ പറയും, SPS എന്ന് പറയും. സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി റെഗുലേഷൻസ് SPS എന്ന് പറയും. SPS ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ സാനിറ്ററി ആയിട്ട് മാത്രമേ നമുക്കൊരു ക്ലീൻ ആയിട്ട് നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ അത് ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവർക്കും അതിന് ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതാണ് ഫുഡ് സേഫ്റ്റി പിന്നൊന്ന് പ്രിവലന്റ് ആയി വന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസ്. ഇതാണ് ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസ്. ഫുഡിൽ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഫുഡിൽ അടങ്ങിയിട്ടുള്ള എന്താണ് നമ്മൾ പറഞ്ഞത്? കെമിക്കൽ എനർജി ആണ്, കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്, ഇൻ ദി ഫോം ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദി ഫോം ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ഫുഡിൽ അടങ്ങിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണ്? ഇത് എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കേണ്ട സംഭവമാണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ്. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയും. ഈ ന്യൂട്രിയൻസ് നമുക്ക് വളരെ ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്, അവരുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി ഫങ്ഷനിങ് നടക്കുന്നത്. ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നു. ബോഡി അബ്സോർബ് ചെയ്യുന്ന നമുക്ക് എനർജി കിട്ടുന്നു. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എയ്തർ കിലോ കാലറി അല്ലെങ്കിൽ കിലോ ജൂൾസ് എന്നാണ് പറയുന്നത്. എയ്തർ കിലോ കാലറി അല്ലെങ്കിൽ കിലോ ജൂൾസ് എന്നാണ് പറയുക. ഈ രണ്ട് ഫോമിലാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ആ എനർജി നമ്മുടെ ഇന്റേണൽ ഫംഗ്ഷനിങ്ങിനും എക്സ്റ്റേണൽ ഫംഗ്ഷനിങ്ങിനും യൂസ് ചെയ്യും. എനർജി കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊണ്ടുപോകുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് അല്ല ഇത്, സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് വണ്ണാണ് മോയ്സ്ചർ. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിലുള്ള വാട്ടർ കണ്ടന്റിനെയാണ് മോയ്സ്ചർ എന്ന് പറയുന്നത്. മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് നമ്മുടെ ഫുഡിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. മോയ്സ്ചർ കണ്ടന്റ് അറിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന് പറയാം. ഫ്രീ വാട്ടറും ഉണ്ട്, അതുപോലെ തന്നെ ബൗണ്ട് വാട്ടറും ഉണ്ട്. ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ഫ്രൂട്ട് ഇപ്പോൾ എടുത്ത് സ്ക്വീസ് ചെയ്തു, ഒരു കുക്കുംബർ അല്ലെങ്കിൽ ഒരു കുക്കുംബർ എടുത്ത് സ്ക്വീസ് ചെയ്തു, അപ്പൊ നമുക്ക് കുറെ വെള്ളം വരില്ലേ? അപ്പൊ അതിലെ വാട്ടർ കണ്ടന്റ്, അതിൽ ഫ്രീ വാട്ടർ ആണ് ഈ ഒഴുകി വരുന്നത്. ബൗണ്ട് വാട്ടർ പെട്ടെന്ന് ഒഴുകി വരുമോ? ഇല്ല. അത് ഏതെങ്കിലുമൊക്കെ കെമിക്കൽ കോമ്പൗണ്ട്സുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയായിരിക്കും, ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. അവരിങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ ഒന്നും വരില്ല, പക്ഷേ അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഈ മോയ്സ്ചർ കണ്ടന്റ് അറിഞ്ഞതുകൊണ്ടുള്ള കാര്യം എന്താണ്? മോയ്സ്ചർ കണ്ടന്റ് അറിഞ്ഞാല് ആ ഫുഡ് നമുക്ക് എത്ര കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
ഷെൽഫ് ലൈഫ് അറിയാൻ പറ്റും. ഷെൽഫ് ലൈഫ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, എന്താണ് ഒരു ഫുഡ് എത്ര കാലം അതിനെ നമുക്ക് കേടുകൂടാതെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഷെൽഫ് ലൈഫ്. ഷെൽഫ് ലൈഫ് അറിയാൻ പറ്റും. വാട്ടർ കണ്ടന്റ് കൂടിയാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫുഡിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിലൊക്കെ അതിന്റെ വാട്ടർ കണ്ടന്റ് അറിയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത്രേ ഉള്ളൂ. പാക്കേജിങ്ങിലും അങ്ങനെ ഫുഡിന്റെ പ്രോസസ്സിങ്ങിലുള്ള എല്ലാ ലെവൽസിലും ഫുഡിന്റെ വാട്ടർ കണ്ടന്റ് അറിയുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് CHO ഗ്രൂപ്പ്സ് ആണ്. CHO, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. CHO ഗ്രൂപ്പ്സിലുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ്സിലും ഉണ്ട് അനിമൽസിലും ഉണ്ട്. പ്ലാന്റ്സിൽ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ് ആയിട്ടുള്ള സിറിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, ലെഗ്യൂംസ് എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അനിമൽസിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പ്ലാന്റ്സിലാണ് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത്. പ്രൈമറി സോഴ്സ്, നമ്മുടെ ഫുഡിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഈസിലി ഡൈജസ്റ്റ് ആവും. നമുക്കിപ്പോൾ കുറെ എനർജി വേണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഒക്കെ വളരെ പതുക്കെ എനർജി റിലീസ് ചെയ്യത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു എനർജി വേണം. നമ്മളിപ്പോൾ തല ഇറങ്ങിയിരിക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം. കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ ചോറ്, നമ്മുടെ റൈസ് ഇല്ലേ, അത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ചോറ് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും. നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ തളർന്നിരിക്കുകയാണ്, ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ തളർന്നിരിക്കുകയാണ്, നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടും. എനർജി റിലീസ് പെട്ടെന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ 4 കിലോ കാലറി എനർജിയാണുള്ളത്. അത് കിലോ ജൂൾസിൽ പറയുമ്പോൾ 16 kJ എന്ന് പറയാം. കിലോ കാലറിയിലാണെങ്കിൽ 4 kcal എനർജിയാണുള്ളത്. അതായത് എത്ര പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും? 4 kcal എനർജിയാണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ പ്ലാന്റ്സിലും ഉണ്ട് അനിമൽസിലും ഉണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പൊ ചെറുതായിട്ട് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. മോണോസാക്കറൈഡ്സ് ഉണ്ട്, ഡൈസാക്കറൈഡ്സ് ഉണ്ട്, പോളിസാക്കറൈഡ്സ് ഉണ്ട്, പിന്നെ സ്റ്റാർച്ച് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നതാണെന്ന് നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മൾ കേട്ടിട്ട് എന്താണ്? പ്രോട്ടീൻ ബേസ്ഡ് ഫുഡ് കഴിച്ചാലാണ് നമ്മുടെ മസിൽ ബിൽഡിംഗ്, മസിൽ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓർഗാനിക് നൈട്രജനസ് മോളിക്യൂൾസ് ആണ്. ഓർഗാനിക് ആണ്. അതുപോലെ തന്നെ കൂടുതൽ ഇതിലെന്താണുള്ളത്? നൈട്രോജനസ് മോളിക്യൂൾസ് ആണ് ഇവരുള്ളത്. ഇവരുടെ കെമിക്കൽ ഫോർമുലയാണ് പറയുന്നത്. പിന്നെ ഇവർ ഭയങ്കര കോംപ്ലക്സ് ആണ്. എന്ന് വെച്ചാൽ ഇവർക്കുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. മോളിക്കുലർ വെയിറ്റ് കൂടുതലാണ്. അങ്ങനെ കുറച്ച് ബിൽഡപ്പ് ഉള്ള ആൾക്കാരാണ് ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അനിമൽസിൽ നിന്നും കിട്ടും, പ്ലാന്റ്സിൽ നിന്നും കിട്ടും. അനിമൽസിൽ നിന്നാണ് കൂടുതലും പ്രോട്ടീൻ സോഴ്സ് ഉള്ളത്. എന്താണ്? മീറ്റ്, എഗ്, ഇതൊക്കെ അനിമൽ സോഴ്സ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിലാണെങ്കിൽ റൈബോസോംസ്, പ്ലാന്റ്സിന്റെ റൈബോസോംസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്? പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യുന്നത് പ്ലാന്റ്സിന്റെ റൈബോസോംസിലാണ്. ഇനി പ്രോട്ടീൻസിൽ എന്താ ഉള്ളത്? പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ കുറെ അമിനോ ആസിഡുകൾ ചേരുന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അമിനോ ആസിഡുകൾ ചേരുന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്? 21 അമിനോ ആസിഡ്സ് ആണുള്ളത്. 21 അമിനോ ആസിഡ്സ് ആണ്. ഇതിൽ പല പല അമിനോ ആസിഡ്സുകളെ ജോയിൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഈ ജോയിൻ ചെയ്യുന്ന ഏത് ബോണ്ട് വെച്ചിട്ടാണ്? പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചർ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങളിതൊന്ന് ഇപ്പൊ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബയോകെമിസ്ട്രി ആണത്. അപ്പൊ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? അമിനോ ആസിഡുകൾ പെപ്റ്റൈഡ് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? പ്രോട്ടീൻ ഉണ്ടാവുന്നത്. 21 അമിനോ ആസിഡ്സ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ എത്ര അമിനോ ആസിഡ്സ് എസെൻഷ്യൽ ആണ്? 10 അമിനോ ആസിഡ്സ് എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫുഡിൽ കൂടി അതിനെ കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ബോഡി അതിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അമിനോ ആസിഡ്സ് നമ്മൾ നമ്മുടെ ഫുഡിൽ കൂടി തന്നെ അവർക്ക് കൊടുക്കണം, നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. അതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആരാണ്? നമുക്ക് ലിപ്പിഡ്സിനെ നോക്കാം. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാറ്റ് ആണ്. ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ എന്നൊക്കെയാണ് ലിപ്പിഡ്സിനെ പറയാം. ലിപ്പിഡ്സ് വാട്ടറിൽ സൊല്യൂബിൾ ആണോ? എണ്ണ വാട്ടറിൽ സൊല്യൂബിൾ ആകുമോ? ഇല്ല. ലിപ്പിഡ്സ് എവിടെയാണ് സൊല്യൂബിൾ ആവുക? ഓർഗാനിക് സോൾവെന്റ്സിലാണ് ലിപ്പിഡ്സ് സൊല്യൂബിൾ ആവുക. ഹെക്സൈൻ പോലത്തെ സോൾവെന്റ്സിലൊക്കെയാണ് നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് സൊല്യൂബിൾ ആവുന്നത്. പിന്നെ ഈ ഫാറ്റ് എന്താണ്? അവർ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അത് ഫുഡ് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ ഫുഡിലുള്ള ബട്ടർ, ചീസ് ഇതൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഓരോ പ്രോപ്പർട്ടി കൊടുക്കുന്നത് അവരുടെ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യുണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. പിന്നെ അനിമൽസിൽ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഫാറ്റ് സ്റ്റോർ ചെയ്യുക അഡിപ്പോസ് ടിഷ്യൂലാണ്. പിന്നെ ലിപ്പിഡ്സിനെ എന്താണ് പറയുക? ഗ്ലിസറോൾ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്നാണ് ലിപ്പിഡ്സിനെ പറയുക. ഗ്ലിസറോൾ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഇതൊക്കെ കെമിക്കൽ സ്ട്രക്ചർ ആണ്. ഞാൻ പറഞ്ഞില്ല, ബയോകെമിസ്ട്രിയിലാണ്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അതൊക്കെ എന്താണെന്ന് പഠിക്കാം. അടുത്ത യൂണിറ്റിൽ വിശദീകരിച്ച് പഠിക്കാം. അടുത്ത ബ്ലോക്കിൽ ഗ്ലിസറോൾ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്ന് ഇപ്പൊ പഠിക്കുക. അത്രേ ഉള്ളൂ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ.
നെക്സ്റ്റ് വൺ ഏതാണ്? വൈറ്റമിൻസ്. നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട്. വാട്ടർ സൊല്യൂബിളും ഉണ്ട്. അപ്പൊ ഏതൊക്കെയുണ്ട്? വാട്ടർ സൊല്യൂബിൾ ഉണ്ട്, ഫാറ്റ് സൊല്യൂബിൾ ഉണ്ട്. അവിടെ ഞാൻ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഫാറ്റ് സൊല്യൂബിൾ നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ADEK, അടയ്ക്ക്, അടയ്ക്ക്, ADEK, അടയ്ക്ക് എന്തുണ്ട്? കൊഴുപ്പുണ്ട്. കൊഴുപ്പ് ആരാണ്? ഫാറ്റ്. അപ്പൊ ഫാറ്റ് സൊല്യൂബിൾ ആരൊക്കെയാണ്? ADEK, അടയ്ക്ക് കൊഴുപ്പുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക, എന്നാലേ ഓർത്തിരിക്കുള്ളൂ. ADEK. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഇക്ക് എന്താണ്? റെറ്റിനോൾ എന്ന് പറയാം, ഡിക്ക് കാൽസിഫെറോൾ, ഇക്ക് ടോക്കോഫെറോൾ, കെക്ക് മെനഡിയോൺ, അങ്ങനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ആണ് വാട്ടർ സൊല്യൂബിൾ. വെള്ളത്തിൽ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും മാത്രമേ ഉള്ളൂ, രണ്ടുപേരേ ഉള്ളൂ. ബി കോംപ്ലക്സിൽ തന്നെ ആരൊക്കെ ഉണ്ട്? B1, B2, B3, B6 ആൻഡ് B12 ഉണ്ട്. ഇത് കൂടാതെ ആരുണ്ട്? ബയോട്ടിൻ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. പ്രോട്ടീൻസും അതുപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇവർക്ക് നമുക്ക് കുറച്ച് എമൗണ്ട്, നമ്മുടെ ബോഡിക്ക് കുറച്ച് എമൗണ്ടിൽ മതി, പക്ഷെ ഇവര് വെരി ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് എമൗണ്ടിൽ മതിയെങ്കിലും ഇതിന്റെ ആവശ്യങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടിയാലേ നമ്മുടെ ബോഡി ഫംഗ്ഷനിങ് കറക്റ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ്? ഫാറ്റ് സൊല്യൂബിൾ ആണ് ADEK, വാട്ടർ സൊല്യൂബിൾ ആണ് B and C എന്ന് പറയാം. സിയെ നമ്മൾ അസ്കോർബിക് ആസിഡ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ആര്? മിനറൽസ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആണോ? മിനറൽസ് ഓർഗാനിക് ആണോ? അല്ല. മിനറൽസ് എന്ന് പറയുന്നത് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മുടെ എർത്ത് ക്രസ്റ്റിലാണ് മിനറൽസ് ഒക്കെ ഉള്ളത്. അറൌണ്ട് 90 എലമെന്റ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ 25 മാത്രമേ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് ഫുഡിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണ്? മിനറൽസ് ഏതൊക്കെയാണ്? മിനറൽസിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, ഇതെല്ലാം ഒരുപാട് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ മിനറൽസ് എന്ന് പറഞ്ഞാലും വൈറ്റമിൻസ് എന്ന് പറഞ്ഞാലും ബോഡിക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫുഡിൽ കൂടി നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. ഇത് വളരെ കുറച്ച് എമൗണ്ടിൽ മതി, പക്ഷെ അതിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയെ ഭയങ്കരമായിട്ടും അഫക്ട് ചെയ്യും. അതാണ് മിനറൽസ്. അപ്പൊ ഫുഡ് കോൺസ്റ്റിറ്റ്യൻസിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? മോയിസ്ചർ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു, പ്രോട്ടീൻസ് പറഞ്ഞു, ലിപ്പിഡ്സ് പറഞ്ഞു, വൈറ്റമിൻസ് പറഞ്ഞു, മിനറൽസ് പറഞ്ഞു. 6 ഫുഡ് കോൺസ്റ്റിറ്റ്യൻസ് പറഞ്ഞു. എല്ലാം ചെറുതായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് വിട്ട് വിട്ട് പോകുന്നത്. നെക്സ്റ്റ് എന്താണ്? ഫുഡ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഫുഡും അതിന്റെ ഫങ്ഷൻസും. ഫുഡിന്റെ ജോലി എന്താണ്? അതിന്റെ ഫങ്ഷൻ എന്താണ്? മെയിൻ ആയിട്ട് 3 ഫങ്ഷനുള്ളത്: ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫങ്ഷൻ. 3 ഫങ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫങ്ഷൻ. അത്രയും നോക്കി വെച്ചാൽ മതി. ഫിസിയോളജിക്കൽ ഫങ്ഷൻ തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്: എനർജി ഗീവിങ്, ബോഡി ബിൽഡിങ്, റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ് ആൻഡ് ബോഡി പ്രൊട്ടക്ഷൻ. എനർജി ഗീവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡിൽ ഇത്രയും ന്യൂട്രിയൻസ് കോൺസ്റ്റിറ്റ്യൻസ് നമ്മൾ പറഞ്ഞില്ലേ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോൺസ്റ്റിറ്റ്യൻസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് എനർജി തരിക. ആ എനർജി എന്ത് ചെയ്യും? നമ്മുടെ ബോഡി യൂസ് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഫിസിയോളജിക്കൽ ഫംഗ്ഷനിൽ എന്താണ് വരിക? ഫിസിയോളജിക്കൽ ഫംഗ്ഷനിൽ 3 ഫംഗ്ഷൻ ആണ്. ഫിസിയോളജിക്കലി നമ്മുടെ ബോഡി എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? എനർജി ഗീവിംഗ്. ഫസ്റ്റ് വൺ ആണ് എനർജി ഗീവിംഗ്. എനർജി തരിക, നമ്മുടെ ബോഡിക്ക് എനർജി തരിക. നമുക്ക് എനർജി എന്നിട്ട് എന്ത് വേണം? ഇന്റേണൽ ഫംഗ്ഷനിങ് ഏതൊക്കെയായിട്ട് നടത്തണം? റെസ്പിറേഷൻ നടക്കണം, ബ്ലഡ് സർക്കുലേഷൻ നടക്കണം, നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ലിവർ, കിഡ്നി, ലങ്സ്, ഇതെല്ലാം ഫംഗ്ഷനിങ് ചെയ്യാൻ എന്ത് വേണം? എനർജി വേണം. എക്സ്റ്റേണൽ ആയിട്ട് എനർജി വേണോ? വേണം. എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിനെല്ലാം എനർജി വേണം. ഇതെല്ലാം തരുന്ന ഒരു ഫംഗ്ഷൻ, എനർജി ഗീവിംഗ് ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? നമ്മുടെ ഫുഡിനുള്ളത്. സെക്കൻഡ് വൺ ആണ് എന്താണ്? ബോഡി ബിൽഡിംഗ്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ഒരു കുട്ടി അടിക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക, വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക. നമുക്കായാലും അങ്ങനെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഫുഡ് വേണം. ഫുഡിലുള്ള കോൺസ്റ്റിറ്റ്യൻസ് നമ്മുടെ ബോഡി ഗ്രോത്തിന്, നമ്മുടെ ഇന്റേണലി നമ്മുടെ ബോഡി ഗ്രോത്തിന്, ടിഷ്യൂ റിപ്പയറിന്, പുതിയ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, പഴയ സെൽസിനെയൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ നമ്മുടെ ഫുഡാണ് ഹെൽപ്പ് ചെയ്യുക. ഫുഡിലുള്ള എനർജിയാണ് ഹെൽപ്പ് ചെയ്യുക. ഫുഡിലുള്ള കോൺസ്റ്റിറ്റ്യൻസ് ആണ് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അതിന് എന്തുണ്ടെന്ന് പറയാം? ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്താണ്? റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ് ആൻഡ് ബോഡി പ്രൊട്ടക്ഷൻ. റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റേണൽ ഫംഗ്ഷനിങ് ഒക്കെ ഇല്ലേ, ആ ഫംഗ്ഷനിങ് ഒക്കെ നടക്കണമെങ്കിൽ ആര് വേണം? നമ്മുടെ ഫുഡിന്റെ കോൺസ്റ്റിറ്റ്യൻസ്, ന്യൂട്രിയൻസ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ എനർജി വേണം. നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഫംഗ്ഷനിങ് നടത്താൻ എൻസൈംസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻസൈംസിന് ഒരു മേജർ റോൾ ഉണ്ട് ബോഡി പ്രോസസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പ്രൊട്ടക്ഷനും. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻ അപ്പൊ എൻസൈംസ് ഏതൊക്കെയാണ്? റൈനിൻ, ട്രിപ്സിനൊക്കെ നമ്മുടെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരൊക്കെ വേണ്ടേ നമുക്ക്? അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പ്രോസസ്സിനെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് ആണ്. അതുപോലെ ഇനി ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ബോഡി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ്, പുറത്തുനിന്നുള്ള ബാക്ടീരിയ ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അതിനാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്.
ഫൈറ്റ് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആരുണ്ട്? ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന നമ്മുടെ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ അതും ആരാണ്? നമ്മുടെ ഫുഡാണ് കൊടുക്കുക. അപ്പൊ അതിന് എന്തുണ്ടെന്ന് പറയാം? നമുക്ക് നമ്മുടെ ഫുഡിന്റെ ബോഡി പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ നമ്മുടെ ഫുഡിനുണ്ടെന്ന് പറയാം. നമ്മൾ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ പറഞ്ഞു. എനർജി ഗീവിംഗ്, ബോഡി ബിൽഡിംഗ്, റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ് ആൻഡ് ബോഡി പ്രൊട്ടക്ഷൻ. ഇപ്പൊ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? സൈക്കോളജിക്കൽ ഫംഗ്ഷൻ. സൈക്കോളജിക്കലി നമ്മുടെ ബോഡി എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുക? സൈക്കോളജിക്കൽ ഫംഗ്ഷൻ. സൈക്കോളജിക്കൽ ഫംഗ്ഷൻ നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഫുഡിനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും, ഡിസാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും. സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഇമോഷണലി നമുക്കൊരു സന്തോഷം വരിക. നമുക്കൊരു നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനൊക്കെ, നമ്മുടെ ഹാപ്പി ഹോർമോൺസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു നല്ല ഫുഡിന്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു പണിഷ്മെന്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് തരാതിരിക്കുന്നത്, നമ്മളിപ്പോൾ ഡയറ്റ് വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാതിരിക്കുന്നതൊക്കെ നമുക്ക് എന്ത് തരും? സ്ട്രെസ് തരും. അപ്പൊ നമ്മുടെ സൈക്കോളജിക്കലി നമ്മളെ ആര് അഫക്ട് ചെയ്യുന്നുണ്ട്? ഫുഡ് അഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഫംഗ്ഷൻ ആണ് സോഷ്യൽ ഫംഗ്ഷൻ. സോഷ്യൽ ഫംഗ്ഷനിൽ ഫുഡ് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, വെഡിങ്, അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്സ്, ഫ്രണ്ട്സിന്റെ ഗ്യാതറിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ഗ്യാതറിങ്സിനൊക്കെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫുഡ് ഷെയർ ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? സോഷ്യലി നമ്മുടെ ഫുഡിനുള്ള ഒരു റോളാണ് അവിടെ കാണുന്നത്. അതിനെയാണ് സോഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മൂന്ന് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫംഗ്ഷൻ. മൂന്ന് ഫംഗ്ഷനിങ്ങും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് സാക്രഡ് ഫുഡ്സ് ആൻഡ് ഫുഡ് ടാബൂസ്. സാക്രഡ് ഫുഡ്സ് ആൻഡ് ഫുഡ് ടാബൂസ് എന്താണെന്ന് നോക്കാം. സാക്രഡ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഫുഡ് എന്നൊക്കെ പറയല്ലേ, വിശുദ്ധ ഫുഡ്. ഇത് കൂടുതലും റിലീജിയസും ഫെയ്ത്തും ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ സാക്രഡ് ഫുഡ്സും ഫുഡ് ടാബൂസും വന്നിട്ടുള്ളത്. സാക്രഡ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഫുഡ് എന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹിന്ദുസിനൊക്കെ ആണെങ്കിൽ എന്താ? അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പായസം. അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാംസിന് എന്തോ മീറ്റ് പൈ ഒക്കെ ടെമ്പിൾസ്, മോസ്കിൽ നിന്ന് കൊടുക്കാറില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനാണെങ്കിലും ബിയർ, വൈന്, ഇതൊക്കെ എന്താണ്? നമ്മുടെ സാക്രഡ് ഫുഡ്സ് ആണെന്ന് പറയാം. സാക്രഡ് ഫുഡ്സ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ടാബൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാബൂസ് എന്ന് പറഞ്ഞാൽ ചില ഫുഡുകൾ ടാബു ആയിട്ട് കാണാറുണ്ട്, നമ്മൾ കഴിക്കാൻ പാടില്ല. അതുപോലെ അത് എന്ന് പറഞ്ഞാൽ ഇസ്ലാംസിന് ചില ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാണ്. ചില മീറ്റ്, പിഗിന്റെ മീറ്റ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ, ഓരോ കൺട്രി അനുസരിച്ചും വേരി ചെയ്യും. ചില കൺട്രികളിൽ ചില ഫുഡ് കഴിക്കാം, ചില കൺട്രികളിൽ ചില ഫുഡ് കഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാക്രഡ് ഫുഡ്സ് ആൻഡ് ടാബൂസ്. കൂടുതലും അത് റിലീജിയസ് ബേസ്ഡ് ആണ്. ഈ ജുദൈസം, ജൂതന്മാരിൽ ഒരു കാഷ്റൂത്ത് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. കാഷ്റൂത്ത് എന്നാണ് പറയുക, കാഷ്റൂത്ത്. അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. എന്താണ്? ഏതൊക്കെ ഫുഡ് കഴിക്കാം, ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊരു സെറ്റ് ഓഫ് റൂൾസ് തന്നെയുണ്ട്. ഇനി ഇസ്ലാംസിലാണെങ്കിൽ ചില ഫുഡ് ഹലാലാണ്, ചില ഫുഡ് ഹറാമാണെന്ന് പറയും. ഹറാമാണെന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പാടില്ല, ഹലാലാണെന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പാടും. അതിനനുസരിച്ച് മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. ഹലാൽ മീറ്റ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ മീറ്റ് കിട്ടാറുണ്ട്. അപ്പൊ അത് കഴിക്കാൻ പറ്റുന്ന ഫുഡ്സ് ആണ്, അതൊക്കെ മീറ്റ് ആണ്. ഇനി ഇതുപോലെ ജെയിൻസിലും അതുപോലെ ഹിന്ദുസിലും ഒക്കെ കൂടുതലും വെജിറ്റേറിയൻസ് ആണ്. മീറ്റ് കഴിക്കുന്നത് ടാബു. മീറ്റ് കഴിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ, നോൺ വെജ് കഴിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പാടില്ലല്ലോ. അപ്പൊ ഈ ഹിന്ദുസിന് എന്താണ്? നോൺ വെജ് എന്ന് പറയുന്ന ഒരു ടാബു ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവർ കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടാബു ആയിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. അതുപോലെ ചില ഫുഡ്, സ്കോർപിയോൺസ്, ഡോഗ് മീറ്റ് ഒന്നും മിക്ക US, യൂറോപ്പിലൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ സ്കോർപിയോൺ യൂറോപ്പിൽ അലൗഡ് അല്ല, പക്ഷെ ചൈനയിൽ അലൗഡ് ആണ്. അപ്പൊ അത് കൺട്രീസ് അനുസരിച്ചിട്ടും റിലീജിയസ് ഫെയ്ത്ത് ഒക്കെ അനുസരിച്ചിട്ടും അത് മാറി മാറി വരും. അപ്പൊ അത്രയാണ് നമുക്ക് ഫസ്റ്റ്. നമുക്ക് ഈ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ബാക്കി ഈ യൂണിറ്റ്സിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൽ എന്തൊക്കെ പറഞ്ഞു? ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും എന്തൊക്കെയാണ് പറഞ്ഞത്? ഫുഡിന്റെ സോഴ്സ് പറഞ്ഞു, ഫുഡ് ചെയിൻ പറഞ്ഞു, ഫുഡ് സേഫ്റ്റി പറഞ്ഞു, ഫുഡ് കോൺസ്റ്റുവൻസ് പറഞ്ഞു. 6 ഉണ്ട് ഫുഡ് കോൺസ്റ്റുവൻസ്. ഫുഡിന്റെ ഫംഗ്ഷൻസ് 3 ഉണ്ട്: സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫംഗ്ഷൻ. ഫിസിയോളജിക്കൽ വരുന്നതാണ് ഏതൊക്കെയാണ്? എനർജി ഗിവിംഗ്, ബോഡി ബിൽഡിംഗ്, റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ്. പിന്നെ സാക്രഡ് ഫുഡ്സും അതിന്റെ ഫുഡ് ടാബൂസും പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.